കേരളത്തിലെ സ്കൂളുകളിൽ രാഷ്ട്രീയം കലർത്തുവാനുള്ള ബോധപൂർവമായ ഒരു നീക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്നുണ്ട്. സ്കൂളുകളിലെ രാഷ്ട്രീയ അതിപ്രസരം അധ്യയന നിലവാരം കുറക്കുമെന്നും സ്കൂളുകളെ കലാപഭൂമിയാക്കി മാറ്റുമെന്നും എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നത് സ്കൂളുകൾ SFI പിടിച്ചെടുക്കുവാനും KSTA പോലെയുള്ള ഇടതുപക്ഷ അധ്യാപകരുടെ നിയന്ത്രണത്തിലേക്ക് സ്കൂളുകൾ വരികയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ മുതലാളിമാരുടെ മക്കൾക്ക് സ്കൂളുകളിൽ പഠിക്കുവാനുള്ള അവസരം നിഷേധിക്കപ്പെടുകയും എല്ലാ ക്യാമ്പസുകളും SFI മെമ്പർമാർക്ക് മാത്രമായി ഒതുങ്ങുകയും ചെയ്യും. ഇപ്പോൾ തന്നെ സർവകലാശാലകളിലെ പ്രവേശനവും ജോലിയും കൂടുതലും SFIക്കാർക്കും DYFIക്കാർക്കുമാണ് കിട്ടുന്നത്. അതുകൊണ്ട് കേരളത്തിലെ മുതലാളിമാരുടെ മക്കൾക്ക് ജോലി കിട്ടാൻ വളരെ പ്രയാസമുണ്ട്. പലരും പഠിക്കുന്നതും ജോലി അന്വേഷിക്കുന്നതും കർണാടകയിലും തമിഴ്നാട്ടിലും പാശ്ചാത്യ രാജ്യങ്ങളിലുമാണ്. കേരളത്തിലെ മുതലാളിമാർ പട്ടിണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലാളികളാണെങ്കിൽ വളർന്ന് ശക്തി പ്രാപിക്കുകയും കേരളം മുഴുവൻ പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ഭാവിയിൽ കേരളത്തിൽ മുതലാളിമാരും കച്ചവടക്കാരും സമ്പന്നരും ഉണ്ടാവണമെങ്കിൽ സ്കൂൾ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കൂടുതൽ KSU രാഷ്ട്രീയവും MSF രാഷ്ട്രീയവും ഉണ്ടാവേണ്ടത് ഒരാവശ്യമാണ്. പക്ഷേ ഏകപക്ഷീയമായി കമ്മ്യൂണിസം മാത്രമാണ് സ്കൂൾ കുട്ടികളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നത്. അധ്യാപകർ ധാരാളമായി KSTA പോലെയുള്ള ഇടതുപക്ഷ സംഘടനകളിൽ മാത്രം മെമ്പർഷിപ്പ് എടുക്കുന്നതുകൊണ്ട് സ്കൂളുകളിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിനുള്ള പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, അരാഷ്ട്രീയവൽക്കരണം അപകടകരമാണെന്ന ഒരു മുദ്രാവാക്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവതരിപ്പിക്കുകയും രാഷ്ട്രീയം സ്കൂളുകളിൽ നല്ലതാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിലെ 51 സ്കൂളുകളിൽ 42 സ്കൂളുകളിലും SFI ആണ് വിജയിച്ചത്. കണ്ണൂരിലാണെങ്കിൽ 110 സ്കൂളുകളിൽ 100 സ്കൂളുകളിലും SFIക്ക് വിജയം കിട്ടി. കോഴിക്കോട് ജില്ലയിൽ 45 സ്കൂളിൽ 37 സ്കൂളിലും SFIക്ക് വിജയം കിട്ടി. വയനാട് ജില്ലയിൽ 8 സ്കൂളുകളിൽ 7 സ്കൂളിലും SFIക്ക് വിജയം കിട്ടി. മലപ്പുറം ജില്ലയിലെ 10 സ്കൂളുകളിൽ 10ഉം SFIക്കാണ് ലഭിച്ചത്. അതുപോലെ പാലക്കാട്ടെ 81 സ്കൂളുകളിൽ 75ഉം SFIക്കാണ് ലഭിച്ചത്. സംസ്ഥാനമൊട്ടാകെ നോക്കുകയാണെങ്കിൽ 563 സ്കൂളുകളിൽ 516 സ്കൂളുകളിലും SFIക്ക് വിജയിക്കുവാൻ പറ്റി. 91% സ്കൂളുകളിലാണ് SFIക്ക് വിജയം ലഭിച്ചത്. ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിലെ മുതലാളിമാർ അപകടത്തിലാവുമെന്നും ഭാവിയിൽ തൊഴിലാളികൾക്ക് മാത്രമേ സമൂഹത്തിൽ സ്ഥാനം ഉണ്ടാവുകയുള്ളൂ എന്നും പറയേണ്ടി വരും.